രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴും ബിനോയെ രക്ഷപ്പെടാൻ അനുവദിക്കാതെ അലൻ മാരകമായി കുത്തി പരിക്കേൽപ്പിക്കുന്നതും താഴെയിട്ട് കുത്തുന്നതിൻ്റെയും ദൃശ്യങ്ങളാണ്, നടുക്കുന്ന ദൃശ്യങ്ങളാണ് യഥാർത്ഥത്തിൽ പുറത്തു വരുന്നത്. ആ, ആം, ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി, അലി, നിലവിൽ അലനെ എവിടെയെങ്കിലും ട്രേസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? ആ, ഈ CCTV കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ഒരുപക്ഷെ ഇയാൾ കൊച്ചി വിട്ടു പോകാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നുണ്ടോ? ദേശി തന്നെയാണ്, അതായത് ഈ പ്രദേശവാസി തന്നെയാണ് അലൻ എന്ന് പറയുന്ന ആളും. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള മുൻപ് ഉള്ള പരിചയത്തിന്റെയും എന്തോ പ്രശ്നത്തിന്റെയുമായി ബന്ധപ്പെട്ട മുൻവൈരാഗ്യമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് ഈ കൊലപാതകം നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അലൻ ആയുധവുമായി കടയിലേക്ക് എത്തുന്നത്. ആ സ്ഥലത്ത് ആരുമില്ല എന്ന് ഉറപ്പിച്ച ശേഷം തന്നെയാണ് അയാൾ ആ കടയ്ക്കകത്തേക്ക് കയറുന്നതും. അതുകൊണ്ട് തന്നെ ഈ കൊലപാതകം നടത്തിയ ശേഷം അയാൾ മറ്റെവിടേക്കെങ്കിലും നാട് വിട്ടിട്ടുണ്ടോ, സംസ്ഥാനത്തിന് പുറത്തേക്ക് പോയിട്ടുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള സംശയങ്ങളുണ്ട്. ഇപ്പോൾ CC ക്യാമറ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ ഘട്ടത്തിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഈ അലനെ ട്രേസ് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള സൂചനകൾ പോലീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്നില്ല.